പ്രേക്ഷകരെ ഇന്നും ശാന്തമായ ഒരു കാലാവസ്ഥയാണ്. നമുക്ക് മാപ്പ് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളൊന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാണ്. കുറേ നാളുകളായിട്ട് പല പല കളറുകളിലായിരുന്നു മാപ്പ്. പക്ഷെ എന്നാൽ ഇപ്പോൾ 1-2 ദിവസമായിട്ട് എന്താ പറയുക, ഗ്രീനാണ്, ഒരു പച്ചമയമാണ് മാപ്പിൽ. എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പുമുണ്ട്. കണ്ണൂരും കാസർഗോഡും നേരിയ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊക്കെ മഴയും കാറ്റും ഒക്കെ ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പുതിയ ന്യൂനമർദ്ദം വരുമ്പം 2 ദിവസവും 3 ദിവസമൊക്കെ അടുപ്പിച്ചൊരു മഴ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അത് വരുന്ന ദിവസങ്ങളിലേക്ക് നോക്കാം. പിന്നെ ശക്തമായ കാറ്റാണ്. വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ തീരങ്ങൾ, അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇനി ചൂടാണ് വിഷയം. ചൂട് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്, കൊച്ചിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ അത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ദിനാന്തരീക്ഷവും വലിയ വെല്ലുവിളികളുള്ളതൊന്നും അല്ല. അപ്പോൾ പ്രേക്ഷകരെ, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിവരങ്ങൾ.